ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. സൂപ്പർ ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഒരു വീട് തന്നെ. അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. കേട്ടോ, നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ കൊണ്ട് നല്ല സൂപ്പറായിട്ട് പണിതേക്കുന്ന ഒരു വീട്. ആ ഇഷ്ടം പോലെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഇഷ്ടം പോലെ സ്ഥലം, ബാക്കിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ല. ഇതൊന്നല്ല, ഈ വീടിന്റെ അകത്തെ കാഴ്ചകളാണ് കാണേണ്ടത്. കാരണം അതേ കൂട്ട് നല്ല ഭംഗിയായിട്ട് പണിതേക്കുന്ന വീടും, അതും അവർ മുടക്കിയ വില പോലും ചോദിക്കണമെന്നുള്ളത്. കാരണം അത്രയും വില കുറവിനാണ് ഈ വീട് കൊടുക്കണം. വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. ഈ വീടിന്റെ ഒരു ലുക്ക് നോക്കിക്കോട്ടെ. എന്താ ഇനി ഇതിനകത്ത് സൈഡിൽ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് വേറൊരു ലെവലാണ്. എന്താ നിങ്ങൾ കണ്ടോട്ടാ. കാരണം ഇത് കാണാനുണ്ട് വീട്. കാരണം വീടൊക്കെ ഇതേ കൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് കണ്ടാലും ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഞാൻ തന്നെ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം പോലെ പോയി. കണ്ട ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട, എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഒരു സ്ഥലം പോലും വെറുതെ ഇട്ടില്ലെന്നുള്ളത്. എല്ലായിടത്തും എന്താ പറയണ, ഈ പൂക്കളും ചെടികളും ഫ്രൂട്ട്സിന്റെ മരങ്ങള് അങ്ങനെ എല്ലാവരും എന്താ എന്തൊക്കെയാണെന്ന് നോക്കി പിടിപ്പിച്ചേക്കണം. മുളക്, മുല്ല, വെണ്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. വെണ്ടക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തെങ്ങുമ്പോ തേങ്ങ ഉണ്ട. അതായത് ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ചെയ്തേക്കുന്നതാണ്. ഇവിടെ നോക്കിയാലും ചെടികളും പച്ചപ്പും അതേ കൂട്ട് സെറ്റ് ചെയ്തിട്ടേക്കുന്നു. ഇനി വീടിന്റെ അകത്തെ കാഴ്ചകൾ അത് അതിനേലും മനോഹരമാണ്. ഇനി ഇതിന്റെ ബാക്കിൽ അത്യാവശ്യം കുറെ സ്ഥലമുണ്ട്. ബാക്കിൽ തന്നെ എനിക്ക് ഒരു 3-4 സെന്റ് സ്ഥലം ബാക്കിലുണ്ടെന്നുണ്ട്. വേണ്ട ഇത്രയും സ്ഥലം ബാക്കിലുണ്ട്. അവിടെ ഇതേകൂട്ട് തന്നെ എല്ലാ ഐറ്റംസും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പ്ലാവുമല ചക്കയൊക്കെ ഉണ്ടായി കിടക്കണ്ട. മാവ് ഉണ്ടാ, പല വലിയ മാവൊക്കെ ഉണ്ട്. അതായത് ഒരു വീട്ടില് നമുക്ക് പറമ്പിൽ എന്തൊക്കെ വേണം അതെല്ലാനും. അതുപോലെ തന്നെ കിണർ, ഒരിക്കലും പറ്റാത്ത കിണറാണത്. എത്ര കടുത്ത വേനൽ വന്നു പറഞ്ഞാലും ഇവിടെ വെള്ളം പറ്റില്ല. അല്ല മാവൊക്കെ കണ്ട എന്ത് വലിപ്പമാണെന്ന് നോക്കി. ഒരു മരം പോലും വെട്ടാണ്ട് ഇങ്ങനെ നിർത്തിയേക്കുന്നു. അതുകൊണ്ട് ഈ വീട്ടിലുണ്ടല്ലോ ഭയങ്കര കൂളിംഗ് ആണ്. എല്ലാ റൂമിലും AC കാര്യങ്ങളുണ്ട്. എന്നാലും നമുക്കിപ്പോ മുകളിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നടന്നാലും നല്ല കൂളിംഗ് ആണ്. ഇവിടെ പ്ലാവുമ്മല് താഴത്തൊക്കെ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട. ഇതൊക്കെ പറിച്ച് തിന്നാൻ വേണ്ടില്ല, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ, അതാണ് ഏറ്റവും വലുത്. ഇനി നമുക്ക് വീടിന്റെ അകത്തോട്ട് കയറാം. ഇവിടെയൊക്കെ